നമ്മൾ ഈ സിനിമയിലും കളിക്കളത്തിലും അല്ലാതെ നമ്മളൊക്കെ ഹീറോകളെ കാണാറില്ലേ ജീവിതത്തിൽ? പലപ്പോഴും ചെറിയൊരു ഇടപെടലാകും നമ്മളിൽ പലരെയും ഹീറോകളാക്കി മാറ്റുന്നതും അല്ലേ? 2013 റൊമാനിയയിലെ ഒരു ചെറിയ ഗ്രാമം, പക്ഷെ അന്ന് ആ ഗ്രാമത്തെയും നാട്ടുകാരെയും ഞെട്ടിച്ചൊരു സംഭവം നടന്നു. ഒരു 3 വയസ്സുള്ള കുഞ്ഞ് വീട്ടുമുറ്റത്ത് ഓടിച്ചാടി നടക്കുന്നതിനിടയിൽ ഒരു പാതി അടച്ച കുഴൽക്കിണറ്റിലേക്ക് വീണു. കുഞ്ഞിന്റെ മാതാപിതാക്കൾ കുഞ്ഞിനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് കുഴൽക്കിണറ്റിൽ നിന്നും ഈ കരച്ചിൽ കേട്ട് നോക്കുന്നത്. നാട്ടുകാരൊക്കെയും ഓടിക്കൂടി. ഫയർഫോഴ്സും രക്ഷാപ്രവർത്തകരും ഒക്കെ എത്തി. രക്ഷാപ്രവർത്തനവും നടന്നു. കുട്ടിയെ സേഫ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കിണറിന് വീതി നന്നേ കുറവാണ്. മൊബൈൽ ക്യാമറയും ഓക്സിജനും താഴേക്കിറക്കി. പക്ഷേ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാൻ ആർക്കും കഴിയുന്നില്ല. പ്രഭാതത്തിലാണ് ഒരു 14 വയസ്സുകാരൻ അവിടേക്ക് എത്തുന്നത്. ആ കുട്ടിയെ രക്ഷിച്ചെടുക്കാനുള്ള മനസ്സ് അവനുണ്ടായിരുന്നു. തൻ്റെ ശരീരം വളരെ മെലിഞ്ഞതായതുകൊണ്ട് കുഴൽക്കിണറ്റിലേക്ക് ഇറങ്ങാനാകുമെന്ന് അവന് മനസ്സിലായി. പക്ഷേ രക്ഷാപ്രവർത്തകരുടെ അടുത്തേക്കെത്തി താൻ കിണറ്റിലേക്ക് ഇറങ്ങി കുഞ്ഞിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ ശരീരത്തിൽ ഈ രക്ഷാപ്രവർത്തകർ ഹെൽമറ്റും ഹാർനസും ഒക്കെ കെട്ടി. 50 അടി ആഴമാണ്. നിന്നു തിരിയാൻ പോലും ഇടമില്ല. ഇരുട്ടാണ്. ഭയമുണ്ട്. എങ്കിലും ആ 14കാരൻ കുഴൽക്കിണറ്റിനുള്ളിലേക്ക് ഇറങ്ങി. ഒരു കൈകൊണ്ട് കയറിൽ പിടിച്ച് മറ്റേ കൈകൊണ്ട് കുഞ്ഞിനെ പിടിച്ചെടുത്തു. ശ്വാസം അടക്കി പിടിച്ച് പുറത്തിരിക്കുകയായിരുന്നു ബാക്കിയുള്ളവർ. ഒടുവിൽ കുഞ്ഞിനെ സുരക്ഷിതമായി വഹിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് വന്നു. ആ ബാലൻ സ്വന്തം ദേശക്കാർക്ക് മുന്നിൽ ഹീറോ ആയി മാറി. കാരണം അന്ന് അവൻ രക്ഷിച്ചത് ഒരു കുട്ടിയെ മാത്രമായിരുന്നില്ല, ഒരു കുടുംബത്തിൻ്റെ തന്നെ പ്രതീക്ഷയാണ്, ഒരു ജനതയുടെ വിശ്വാസമായിരുന്നു. ചില കാര്യങ്ങൾ ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലേ? ധൈര്യത്തിൻ്റെ അളവുകോൽ പ്രായമല്ല. അവൻ്റെ പ്രായം വെറും 14 വയസ്സ് മാത്രമായിരുന്നു. മറ്റൊന്ന്, ആത്മാർത്ഥതയും ദയയും ഒരുമിച്ച് വരുമ്പോഴാണ് മഹത്തായ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. സ്വന്തം ജീവിതം അപകടത്തിൽപ്പെട്ടേക്കാം എന്ന ഭയത്തിനും മുകളിൽ ആ കുഞ്ഞിനെ രക്ഷിക്കണമെന്നതായിരുന്നു ആ 14കാരൻ്റെ ലക്ഷ്യം. ഈ കഥയുടെ അവസാനം ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന വിഖ്യാത ഹോളിവുഡ് സിനിമയ്ക്ക് പ്രചോദനമായ തോമസ് കെനീലയുടെ ഷിൻഡ്ലേഴ്സ് ആർക്ക് എന്ന നോവലിൻ്റെ വരികളാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഒരു ജീവൻ രക്ഷിക്കുന്നവൻ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നു. ശരിയല്ലേ? ഇനിയും മനുഷ്യത്വം മരിച്ചിട്ടില്ലെന്ന് ആ കുഞ്ഞു ബാലൻ ഈ ലോകത്തെ പഠിപ്പിച്ചു. അതെ, ചെറിയ ഒരു മനുഷ്യനെ പോലും ഈ ലോകത്ത് വലിയ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും.